ഹലോ, 7 സംഖ്യകളുടെ ശരാശരി 31 ആണെന്ന് തന്നിട്ടുണ്ട്. 39 എന്ന സംഖ്യ കൂടെ ചേർത്താൽ 8 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? എട്ടാമത്തെ സംഖ്യയാണ് 39 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 7 സംഖ്യകളുടെ 31, 8 സംഖ്യകളുടെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. അപ്പോൾ നമുക്കിവിടെ എണ്ണവും ശരാശരിയും തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തുക കണ്ടുപിടിക്കാൻ പറ്റും. ശരാശരി ഇൻറ്റു എണ്ണം. അപ്പോൾ 7 ഇൻറ്റു 31 ചെയ്യുമ്പം നമുക്ക് തുക കിട്ടും. 7 ഇൻറ്റു 31 217 എന്ന് കിട്ടും. അപ്പോൾ എട്ടാമത്തെ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട് 39 ആണെന്നുള്ളത്. അപ്പോൾ 217ൻ്റെ കൂടെ 39 ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 256 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തുക കിട്ടിയിട്ടുണ്ട്. എണ്ണം നമുക്കറിയാം 8 ആണെന്ന്. അപ്പോൾ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 256/8. ഓക്കെ, അപ്പോൾ 32 നമ്മളുടെ 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5/1 - √3. ഇതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇറാഷണൽ നമ്പറാണ്. ഇറാഷണൽ നമ്പറിനെ റാഷണൽ നമ്പർ ആക്കാൻ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 5/1 - √3 കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 1 + √3 ആണ്. അപ്പോൾ അതുകൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 - √3 ഇൻറ്റു 1 + √3. ഇതെന്ന് പറയുന്നത് a - b ഇൻറ്റു a + b. ഓക്കെ, a - b ഇൻറ്റു a + b എന്നുള്ള ഫോമിലാണ്. അതെന്ന് പറയുന്നത് a² - b² ആണ്. അപ്പോൾ നമുക്ക് 1 - √3 1 + √3നെ a² - b² ആയിട്ട് എഴുതാം. അപ്പോൾ 5 ഇൻറ്റു 1 + √3 ഡിവൈഡഡ് ബൈ 1² - √3². ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 1 + √3 ബൈ 1 - 3. 1 - 3 എന്ന് പറയുന്നത് -2 ആണ്. നമ്മളത് മൈനസ് മുകളിലിട്ട് തന്നെ എഴുതാണ്. അപ്പോൾ 5/2 ഇൻറ്റു 1 + √3. ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ. ഓക്കെ.